വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്നിവിടെ ഡിസ്കസ് ആക്കാൻ പോകുന്നുള്ള വർക്ക് എന്നുള്ളത് ബണ്ടിറ്റ് ക്യൂൺ ബൈ ശേഖർ കപൂർ എന്ന ഈ ഒരു വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയുന്നത് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ ഒരു ഡ്രാമ ഫോക്കസ് ചെയ്യുന്നുള്ളത് ലൈഫ് ഓഫ് ഫൂലൻ ദേവിയെ പറ്റിയിട്ടാണ്. എ റിവേർഡ് ക്രിമിനൽ ഹു ഇവഞ്ച്വലി വെൻറ്റ് ഓൺ ടു ബിക്കം എ പൊളിറ്റീഷ്യൻ. ഈ ഒരു ഫിലിം ഡീറ്റെയിൽസ് എന്നുള്ളത് ദ ഹാർഡ്ഷിപ്സ് ദാറ്റ് ഫൂളൻ ഫേസ് ചെയ്തിട്ടുള്ള ആ ഒരു യൂത്ത് ആസ് എ ഫീമെയിൽ മെമ്പർ, ഒരു ലോവർ കാസ്റ്റിൽ ജനിച്ചിട്ടുള്ള ഫീമെയിൽ മെമ്പർ യൂത്തായിട്ടുള്ള ആ ഒരു ഫൂലൻ പറയുന്ന ആ ഒരു ഫൂലൻ ദേവി ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നത്. ഒരുപാട് ന്യൂമറസ് മെന്നിൻ്റെ കയ്യിൽ നിന്നും സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു റെസ്പെക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഏതുവരെ ഷിഫാൾസിൻ വിത്ത് എ ഗാങ് ലെഡ് ബൈ വിക്രം മല്ലയുടെ ഗാങ്ങിലേക്ക് എത്തിച്ചേരുന്നത് വരെയും റെസ്പെക്റ്റോടെ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആ ഒരു ഗാങ്ങിൽ ചേർന്നതിന് ശേഷം ഈ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ ഗാങ് ഫോം ചെയ്യുകയും അതുപോലെ തന്നെ ഗെയിൻസ് എ റിമാർക്കബിൾ ലെവൽ ഓഫ് നൊട്ടോറിറ്റി അക്രോസ് ഇന്ത്യ. ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ശേഖർ കപൂറാണ്. ഈ ഒരു ഫിലിം എന്നുള്ളത് ഇസ് എ പവർഫുൾ ആൻഡ് അൺഫ്ലിഞ്ചിങ് ബയോഗ്രഫിക്കൽ ഡ്രാമ. ഈ ഒരു ഡ്രാമ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്, ഈ ഒരു ഫിലിമിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ദ ലൈഫ് ഓഫ് ഫൂലൻ ദേവി, ദ റിയൽ ലൈഫ് ഇന്ത്യൻ പണ്ഡിറ്റ്. ഓഫർ ചെയ്യുന്നുള്ളത് തികച്ചും പോർട്രയൽ ഓഫ് റൂറൽ ഇന്ത്യ സൊസൈറ്റൽ സ്ട്രക്ചേഴ്സാണ് ചിത്രീകരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ വുമൺ ഫേസ് ചെയ്യുന്നുള്ള ഇൻജസ്റ്റിസും അതുപോലെ തന്നെ റൂറൽ ഇന്ത്യയുടെ സോഷ്യൽ സ്ട്രക്ചേഴ്സാണ് ഈ ഒരു ഫിലിമിൽ മുഴുവനായിട്ടും ചിത്രീകരിക്കുന്നുള്ള കാര്യം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫിലിം ഫോളോ ചെയ്യുന്നുള്ളത് ഫൂലൻ ദേവി എന്നുള്ള ആ ഒരു സ്ത്രീയുടെ ജേണി, ആ ഒരു യങ് ഗേളിൻ്റെ ജേണിയാണ്. സബ്ജക്റ്റഡ് ടു അബ്യൂസ് നേരിട്ട ആ ഒരു സ്ത്രീയുടെ കഥയാണ്. അതുപോലെ തന്നെ റൂറൽ ഇന്ത്യയിൽ വയലൻസും അബ്യൂസും നേരിട്ടിട്ടുള്ള ആ ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഈ ഒരു ഫിലിമിൽ പറയുന്നുള്ളത്. ടു ബിക്കമിങ് എ നൊട്ടോറിയസ് ബണ്ടിറ്റ് ആൻഡ് ലാറ്റർ എ പൊളിറ്റീഷ്യൻ. പിന്നീട് ഒരു പൊളിറ്റീഷ്യനായി ആ സ്ത്രീ മാറുന്നുണ്ട്. ഒപ്രഷൻ ആൻഡ് ഇൻജസ്റ്റിസ്. ഈ ഒരു ഫിലിം ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് സിസ്റ്റമാറ്റിക് ഒപ്രഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു വുമണിനെയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ്, ലാക്ക് ഓഫ് ജസ്റ്റിസ് വിത്തിൻ ദ റൂറൽ ഇന്ത്യൻ സിസ്റ്റം. റൂറൽ ഇന്ത്യൻ സിസ്റ്റത്തിലുള്ള ലാക്ക് ഓഫ് ജസ്റ്റിസ് ഇല്ലായ്മ, ഇതൊക്കെയാണ്, നീതിയില്ലായ്മയൊക്കെയാണ് ഈ ഒരു ഫിലിമിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി ഈ ഒരു ഫിലിം എക്സ്പോസ് ചെയ്യുന്നുള്ളത് റിയാലിറ്റീസ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഡിവിഷൻസ് ഇൻ റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയിലുള്ള ക്ലാസ് ഡിവിഷൻസും അതുപോലെ തന്നെ കാസ്റ്റിൻ്റെയും റിയാലിറ്റീസാണ് ഈ ഒരു സിനിമ എക്സ്പോസ് ചെയ്യുന്നുള്ളത്. ഹൗ ദേ കോൺട്രിബ്യൂട്ട് ടു വയലൻസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. എങ്ങനെയാണ് ഈ ഒരു കാസ്റ്റും അതുപോലെ തന്നെ ക്ലാസ് ഡിവിഷൻസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, വയലൻസൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സിനിമയിൽ പറയുന്നുള്ളത്. വയലൻസും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ എങ്ങനെയാണ് ഈ ഒരു ക്ലാസ് ഡിവിഷൻസും കാസ്റ്റൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു എ ബണ്ടിറ്റ് ക്യാൻ ബി സീൻ ആസ് എ ഫോം ഓഫ് റിബല്യൻ അഗെയിൻസ്റ്റ് എ സിസ്റ്റം ദാറ്റ് ഫെയിൽസ് ടു പ്രൊട്ടക്റ്റ് ഹെർ ആൻഡ് അതേഴ്സ് ലൈക്ക് ഹെർ. ഈ ഒരു ബണ്ടിറ്റ് ആവാന്നുള്ള കാരണം കൊണ്ട് സെക്ഷൽ അബ്യൂസിൽ നിന്നൊക്കെ ഈ ഒരു സ്ത്രീക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നുള്ളത്. ശേഖർ കപൂറിൻ്റെ ഈ ഒരു ഡയറക്ഷൻ്റെ ക്യാരക്ടറൈസേഷൻ എന്നുള്ളത് റിയലിസം. ഈ ഒരു ഫിലിം സ്ട്രൈവ്സ് ഫോർ എ റിയലിസ്റ്റിക് പോർട്രയൽ ഓഫ് റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രീകരണമാണ് ഈ ഒരു സിനിമയിലുള്ളത്. അതുപോലെ തന്നെ എൻവയറൺമെൻറ്റിനെ ഹാഷ്നെസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ജീവിതവും ഈ ഒരു സിനിമയിലൂടെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡയറക്ടറിൻ്റെ, ഈ ഒരു ശേഖർ കപൂറിൻ്റെ ഫിലിമൊക്കെ റിയലിസം എന്ന ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അൺഫ്ലിഞ്ചിങ് അപ്രോച്ച്. കപൂർ ഡസ് നോട്ട് ഷൈ അവേ ഫ്രം ഡെപ്പിക്റ്റിംഗ് ദ വയലൻസ് ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും കപൂർ ഷൈയായി നിന്നിട്ടില്ല. അതുപോലെ തന്നെ ബ്രൂഷ്യാലിറ്റി ദാറ്റ് ഫൂലൻ ദേവി എക്സ്പീരിയൻസസ് ആൻഡ് പെർപെട്രേറ്റ്സ്. ഈ ഒരു ഫൂലൻ ദേവി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള വയലൻസ് ഒന്നും ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല കപൂർ എന്നുള്ള ആ ഒരു ഡയറക്ടർ നാണം കാണിച്ചിട്ടില്ല. സിനിമാറ്റോഗ്രാഫി. അശോക് മെഹ്താസ് സിനിമാറ്റോഗ്രാഫി ക്രിയേറ്റ്സ് എ വിഷ്വൽ tapestry that is both beautiful and haunting, capturing the stark realities of rural India. റൂറൽ ഇന്ത്യയുടെ ആ ഒരു സ്റ്റാർക്ക് റിയാലിറ്റീസാണ് ക്യാപ്ചർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിനിമാറ്റോഗ്രാഫി എന്നുള്ളത് ബ്യൂട്ടിഫുൾ ആൻഡ് ഹണ്ടിങ് ആണ്. ഇനി കോൺട്രവേഴ്സി. ഈ ഒരു ബണ്ടിറ്റ് ക്യൂൺ എന്ന ഈ ഒരു ഫിലിം ഹാസ് ബീൻ എ സബ്ജക്റ്റ് ഓഫ് കോൺട്രവേഴ്സി. വിവാദമായി മാറിയിട്ടുണ്ട്. വിത്ത് സം ക്രിറ്റിക്സ്. ചില വിമർശകർ ഈ ഒരു സിനിമയെ വിവാദമാക്കിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇതിൽ ഉള്ള വയലൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അതർ പ്രൈസിങ് ഇറ്റ് ഫോർ ഇറ്റ്സ് അൺഫ്ലിഞ്ചിങ് പോർട്രയൽ ഓഫ് സോഷ്യൽ ഇൻജസ്റ്റിസ്, ഇതൊക്കെ കാരണമായിട്ട് ഇതൊരു കോൺട്രവേഴ്സിയായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു ജീവിതം എന്നുള്ളത് ബണ്ടിറ്റായിട്ടുള്ള ഈ ഒരു സ്ത്രീയുടെ ജീവിതമാണ് ഈ ഒരു പൂളൻദേവിയുടെ ഈ ഒരു ജീവിതത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു സിനിമയിൽ മൊത്തം പറയുന്നുള്ളത്. വോ ബിക്കം എ പൊളിറ്റീഷ്യനായിട്ട് മാറുന്നുണ്ട്, അതുപോലെ തന്നെ പാർലമെൻറ്റിൽ മെമ്പറായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹെൽപ്ഫുൾ എന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേതൊക്കെ ടോപ്പിക്കാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്താൽ ആ ഒരു ടോപ്പിക്കൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ stay connected and keep supporting.